കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ അറിയിച്ചൊരു കാര്യത്തെക്കുറിച്ചിട്ടാണ്. എന്നുവെച്ചാൽ നമ്മുടെ റോഡുകൾ നിർമ്മിച്ച കമ്പനികൾ അവരുടെ ടോൾ പിരിക്കുന്നതിനുള്ള കാലാവധി കഴിഞ്ഞാലും അതിൻ്റെ ടോൾ പിരിക്കുന്നത് അവസാനിപ്പിക്കില്ല എന്നാണ്. അത് വീണ്ടും സർക്കാർ ഏറ്റെടുക്കുകയും ഒന്നെങ്കിൽ സർക്കാർ തന്നെയോ അല്ലെങ്കിൽ മറ്റുള്ള ഏജൻസികളെ ഏൽപ്പിക്കുകയോ ചെയ്യും. കൂടാതെ വർഷാവർഷം ആ ടോൾ നിരക്ക് ഉയർത്തുകയും ചെയ്യും. യൂസർ ഫീ എന്ന പേരിലായിരിക്കും ഈ ടോൾ പിരിവ് തുടരുക എന്നും ഗഡ്കരി അറിയിച്ചിരുന്നു. നിഷാദെ, നമ്മൾ ഈ യൂസർ ഫീ അടുത്തിടെ കേട്ടത് കേരളത്തിലെ LDF സർക്കാർ പറഞ്ഞിരിക്കുന്നത് കിഫ്ബി വഴി നിർമ്മിച്ച റോഡുകൾ അതിൽ യൂസർ ഫീ എന്ന പേരിൽ ഒരു പിരിവ് നടത്താൻ പോകുന്നില്ല, ടോൾ പിരിവ് എന്ന് തന്നെയാണ് അത് പറയുന്നത്. അപ്പോൾ കേന്ദ്ര ഗതാഗത മന്ത്രി ഇപ്പോൾ പറയുന്നു അവരും ടോൾ നിർത്താൻ ഉദ്ദേശമില്ലാന്ന്. അപ്പോൾ കേന്ദ്രവും കേരളവും ഇത് ഏകദേശം ഒരേ നിലപാടാണ് ടോളിൻ്റെ കാര്യത്തിൽ. നമ്മുടെ ജനങ്ങൾ ഇതിൽ ആരോടായിരിക്കും പരാതി പറയേണ്ടത്? അല്ല, ഒന്നാമത്തെ കാര്യത്തിൽ കേരളവും കേന്ദ്രവും ഒരേ നിലയിൽ നിലപാട് സ്വീകരിക്കുന്നതല്ല. എനിക്ക് തോന്നുന്ന ഒരു കാര്യമുള്ളത്, ദേശീയപാതകളിലെ ടോൾ പിരിവ് അവസാനിപ്പിക്കാൻ പോകുന്നില്ല എന്നാണ് പുതിയ അപ്ഡേറ്റ്. അവസാനിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങളൊരു സർവീസ് ഉപയോഗിക്കുന്നതിന് എപ്പോഴൊക്കെ ഉപയോഗിക്കുന്നു അപ്പോഴെല്ലാം പണം കൊടുക്കണം, ആജീവനാന്തം കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി അത് പുതുക്കിക്കൊണ്ടുമിരിക്കും. ഒരു ടോൾ ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ ചിലവ് എടുത്തു കഴിഞ്ഞാൽ, അതിൻ്റെ ലാഭം എടുത്തു കഴിഞ്ഞാൽ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ഏർപ്പാടില്ല. ഇവിടെ കിഫ്ബി വഴി നിർമ്മിച്ചിട്ടുള്ള റോഡുകൾ സൗജന്യം ഉപയോഗിക്കാൻ കഴിയില്ല, യൂസർ ഫീ ആണ്. അത് പക്ഷേ ഇനിയും ആജീവനാന്തകാലം ഉണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ അതിനകത്ത് ഇതേ സമാനമായ പ്രശ്നമുണ്ട്. അത് സർക്കാർ അതിൻ്റെ പോളിസി എന്താണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ കാണേണ്ട ഒരു കാര്യം, ഒന്ന് യൂസർ ഫീ അവസാനിപ്പിക്കാൻ മതി. ടോളിൻ്റെ പേര് യൂസർ ഫീ എന്നാക്കാൻ പറ്റും. യൂസ് ചെയ്യുമ്പോഴൊക്കെ ഫീ എന്ന് പറഞ്ഞാൽ വിമാനത്താവളങ്ങളൊക്കെ എങ്ങനെയാണല്ലോ, നിങ്ങൾ പൈസ കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഇനി എത്ര കാലം ഉപയോഗിക്കുന്നു അപ്പോഴെല്ലാം പണം കൊടുക്കണം. അപ്പോൾ ഇത് സാധാരണ സ്വകാര്യ സർവീസുകളൊക്കെ നമുക്ക് അങ്ങനെയാണല്ലോ. നമ്മൾ പോയി ഏത് സ്വകാര്യ സർവീസ് എടുക്കണമെങ്കിൽ അതിന് എപ്പോഴൊക്കെ ഉപയോഗിക്കുന്നു അപ്പോഴൊക്കെയും പണം കൊടുക്കണം. പക്ഷേ സർക്കാരിൻ്റെ കാര്യത്തിൽ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ റോഡ് എന്ന് പറയുന്ന സംഗതി ഉപയോഗിക്കുന്നതിന്, റോഡിൻ്റെ കാര്യം എടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വണ്ടി വാങ്ങിക്കുമ്പോൾ വണ്ടി എടുത്ത് പോകുമ്പോഴാണല്ലോ പൈസ കൊടുക്കേണ്ടത്. വണ്ടി വാങ്ങിക്കുമ്പോൾ നമ്മൾ റോഡ് ടാക്സ് കൊടുക്കുന്നുണ്ട്, വണ്ടിക്ക് ടാക്സ് കൊടുക്കുന്നുണ്ട്. പോരാത്തതിന് ആ വണ്ടിയിൽ അടിക്കുന്ന ഇന്ധനത്തിന് നമ്മൾ വേറെ ടാക്സ് കൊടുക്കുന്നുണ്ട്. പോരാത്തതിന് ഈ ഓടിക്കുന്നതിന് റോഡിലും ടാക്സ് കൊടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് പല തലത്തിൽ മനുഷ്യരെ ലൂട്ടി എന്നൊരു ഉദാഹരണമാണ്. അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുന്നത്, ഒരേ കാര്യത്തിന് ഒരു വണ്ടി ഒരു റോഡിലൂടെ ഓടിക്കുന്നതിന് ഏതൊക്കെ വഴിയിലൂടെ മനുഷ്യരിൽ നിന്ന് പണം പിടുങ്ങിയെടുക്കാൻ കഴിയുമോ അതിൻ്റെ പരമാവധി സാധ്യതകളെ സർക്കാർ പ്രയോജനപ്പെടുത്തുന്നു. അതൊരു സ്വകാര്യ കമ്പനിയുടെ താല്പര്യത്തിനും അപ്പുറം പോയിക്കൊണ്ട്, സ്വകാര്യ കമ്പനികൾ പലപ്പോഴും ചില ഇളവുകളൊക്കെ തരുമല്ലോ, അതുപോലുമില്ലാതെ ഒരു പൗരനെ ഏതൊക്കെ വഴിക്ക് കൊള്ളയടിക്കാമെന്ന പരിധി കവിഞ്ഞ ആലോചന സർക്കാരിൽ പ്രവർത്തിക്കുന്നു എന്ന് വേണം വിചാരിക്കാൻ. ഇതൊരു സാധാരണ സംഗതി ഉണ്ടെന്ന് ചുമ്മാ ആലോചിച്ച് നോക്കിയാൽ, നമ്മളിപ്പോൾ ഇന്ധനവില ഇന്ത്യയിൽ സാധാരണയിൽ കൂടുതലാണ് എന്ന് വെച്ചാൽ ഇവിടെ എക്സൈസ് ഡ്യൂട്ടി അത്രയുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ 106 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോൾ അടിക്കുന്നത്. കാരണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡിന് വില കുത്തനെ ഇടിഞ്ഞ് ഇവിടെ ടാക്സ് അടക്കം 75 രൂപയ്ക്ക് തരാൻ കഴിയുന്ന കാലത്ത് പോലും നമ്മൾ 100 രൂപയ്ക്കാണ് എണ്ണയടിച്ചത്. കാരണം എന്താണ്? സർക്കാർ എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയേ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എക്സൈസ് ഡ്യൂട്ടി ഇങ്ങനെ കൂട്ടുന്നത് എന്താണ്? എന്തിനാണ് ഇത്രയധികം നികുതി കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന ചോദ്യത്തിന് ഇവിടുത്തെ BJP-കാരൊക്കെ ഇപ്പോഴും ചർച്ചകളിലൊക്കെ പറഞ്ഞു വിടുന്ന മറുപടി, ഇന്ത്യയിലെ ഈ റോഡുകളുടെ വികസനം നിങ്ങൾ കാണുന്നില്ല. കേരളത്തിൽ എന്തുമാത്രം റോഡിൻ്റെ വികസനം വന്നു. നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഈ റോഡുകൾ ഉണ്ടായില്ല. ഈ റോഡുകളും പാലങ്ങളും ഉണ്ടാക്കാൻ പണം വേണ്ട, ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പണം വേണ്ട എന്നാണ് കേൾക്കുമ്പോൾ നമുക്ക് യുക്തിസഹമായി തോന്നും. പക്ഷേ സിഗേഷ് മനസ്സിലാക്കേണ്ട കാര്യം, സിഗേഷ് ഈ എന്തിനത്തിന് റോഡുണ്ടാക്കാനെന്ന് പറഞ്ഞ് ടാക്സ് കൊടുക്കണം. റോഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ റോഡ് ഉണ്ടാക്കിയതിൻ്റെ ചിലവും സിഗേഷിൽ നിന്ന് വാങ്ങിക്കും. അപ്പോൾ ഇന്ധന നികുതി എവിടെയാണ് കൊണ്ടുപോയിരിക്കുന്നത്? അതൊരു ചോദ്യമല്ലേ. നമ്മൾ ഇന്ധന നികുതി ഞാൻ കൊടുത്തു, ശരിയാണ്, റോഡ് ഉണ്ടാക്കാനാണല്ലോ. റോഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ പറയാണ്, നീ റോഡ് ഉണ്ടാക്കിയതിൻ്റെ പൈസ നീ തരണം. നമ്മൾ ആജീവനാന്തരം കൊടുത്തുകൊണ്ടിരിക്കണം. റോഡ് ഉണ്ടാക്കിയ പൈസ കൊടുത്താൽ പോരാ, റോഡ് ഉണ്ടാക്കിയതിന് ശേഷമുള്ള കൊള്ളയും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഇന്ധനത്തിൻ്റെ പിരിക്കുന്ന പൈസ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇവിടുത്തെ മുഴുവൻ സർവീസിൽ നിന്ന് നമ്മളിൽ നിന്ന് അധികമായി പണം ഈടാക്കുന്ന ഒരു ഭരണകൂടം ഈ പിരിക്കുന്ന ടാക്സൊക്കെ എന്ത് ചെയ്യുന്നുള്ള ക്വസ്റ്റൻ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഞങ്ങൾ നാഷണൽ ഹൈവേ ഉണ്ടാക്കുകയാണ് ഈ പിരിക്കുന്ന പൈസ കൊണ്ട് എന്ന കഥ പറയേണ്ട. നാഷണൽ ഹൈവേ നമ്മുടെ നിന്ന് കുത്തിപ്പിരിക്കാൻ പോവാണ്. പിന്നെ വേറൊന്നുണ്ട്, ഇതിൻ്റെ കണക്കുകൾ ബോധിപ്പിക്കേണ്ടതില്ല, ഓഡിറ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒട്ടും സുതാര്യമല്ല ഇത്. അതായത് ഒരു റോഡിന് 100 രൂപ ചിലവുണ്ടായാൽ 110 പിരിച്ചു കഴിഞ്ഞാൽ നിർത്തുന്നില്ലെന്ന് മാത്രമല്ല, 110 കഴിഞ്ഞാൽ പിന്നെ പിരിക്കുന്ന എത്രയാണെന്നുള്ള ഒരു കണക്കും പൊതുസമൂഹത്തിന് അവൈലബിൾ അല്ല എന്ന് വെച്ചാൽ ആ പണം പിന്നീട് ഉള്ള വികസന പ്രവർത്തനത്തിന് ഉപയോഗിക്കുമെന്ന് പറയുന്നു. എന്താ തെളിവ്? എവിടെ ഉപയോഗിക്കുന്നു? എത്ര പണം കിട്ടി? ഓഡിറ്റ് വേണ്ടേ? അപ്പോൾ പ്രധാനമന്ത്രിയുടെ PM കെയർ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട്. അതിന് ഓഡിറ്റും ഇല്ല, കണക്കുമില്ല, ഒന്നുമില്ല. അതുമായി ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾ RTI വഴി ചോദിച്ചാലും ആൻസർ തരില്ല. എത്ര പൈസ അതിനകത്ത് വന്നിട്ടുണ്ട്? കോടാനുകോടി വന്നു പറഞ്ഞ ഫണ്ടാണ്. അത് ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ? അതെന്തിനാണ് പ്രയോജനപ്പെടുത്തുന്നത്? ഒരു കണക്കുമില്ല അതിന്. അതുപോലെ ഇനിയിപ്പോൾ ഹൈവേയുടെ കാര്യത്തിൽ നിങ്ങൾ ചുമ്മാ പാലിയേക്കര ടോൾ പ്ലാസ സമീപകാലത്ത് ഏറ്റവും സമരം ഉണ്ടായിട്ടുള്ള അവിടെയാണ്. അവിടെ കണക്ക് പ്രകാരം ഒരു ദിവസം 40 ലക്ഷം രൂപയോളം കമ്പനി പിരിച്ചെടുക്കുന്നു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 1000 കോടി രൂപ, 956 കോടിയാണ് അവസാനം വന്ന കണക്ക്, കഴിഞ്ഞ വർഷം വന്ന കണക്ക്, 1000 കോടിയോളം രൂപ പിരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ഹൈവേ പണിയാനെടുത്ത പൈസയുടെ എത്ര ഇരട്ടി?
ഇനി 5 വർഷം കൂടി ആ കമ്പനിക്ക് പിരിക്കാനുള്ള അനുമതി കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ഓരോ വർഷവും ആ കമ്പനി അതിൻ്റെ നിരക്ക് കൂട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സ്വകാര്യ കമ്പനികളാണ് നിർമ്മിച്ചതെങ്കിൽ സ്വകാര്യ കമ്പനികൾ നിർമ്മിച്ചു കഴിഞ്ഞതിന് ശേഷം അവരുടെ പണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഗവൺമെൻറ് എടുക്കുമെന്നാണ് പറഞ്ഞത്. സ്വകാര്യ കമ്പനി എത്ര പിരിക്കും? ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. 100 രൂപയുടെ റോഡിന് സ്വകാര്യ കമ്പനി 110 പിരിച്ചാൽ നമുക്ക് മനസ്സിലാവും അവരുടെ ഈ ഇത്രയും കാലത്തെ പലിശ അടക്കം. സ്വകാര്യ കമ്പനിക്ക് തന്നെയും എത്ര കാലം പിരിക്കാൻ ഈ ഭരണകൂടം അനുമതി കൊടുക്കാൻ പോവാണ്? നമുക്ക് പോട്ടെ, നമ്മൾ കൊടുക്കുന്ന പണം ഗവൺമെൻറ്റാണ് എടുക്കുന്നത്, ഈ രാജ്യം നടത്തിക്കൊണ്ട് പോകാനാണല്ലോ. എന്നാൽ അങ്ങനെയല്ല, സ്വകാര്യ കമ്പനികൾക്ക് ആവശ്യത്തിലധികം പണം കൊള്ളയടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാനാണ് ഇത്. ഇപ്പോൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഓൾറെഡി രാജ്യത്ത് എല്ലായിടത്തും നിങ്ങൾ ടോൾ പിരിവിൻ്റെ കണക്കെടുത്താൽ കമ്പനികൾ വലിയ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെയാണ് ഇങ്ങനെ സ്വകാര്യ കമ്പനികൾക്ക് പിന്നെയും വലിയ തോതിൽ പണം ഉണ്ടാക്കാനും അത് ചോദിക്കാൻ നമുക്കാർക്കും റൈറ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തേത്, ഇത് ഓഡിറ്റില്ല, മറുപടി പറയേണ്ടതല്ല എന്ന് പറയുമ്പോൾ സർക്കാരിന് തന്നെയും ജനങ്ങളോട് ഒരു നിലയ്ക്കുമുള്ള അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരു പണമായിട്ട് ഈ പണം മാറാൻ എത്ര കോടാനുകൂടിയാണ്. ഒരു ദിവസം പാലിയേക്കരയിൽ മാത്രം 40 ലക്ഷം വരുന്നു, 10 വർഷം കൊണ്ട് 1000 കോടി പിരിച്ചെടുത്തെന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ ഒറ്റ റോഡിൽ, പാലിയേക്കരയിൽ ഒരു ടോളേ ഉള്ളൂ, ഒറ്റ റോഡിൽ തന്നെ പല ടോളുണ്ട്. വരാൻ പോകുന്ന ഈ ദേശീയപാതയിൽ ജില്ലകളിൽ അടിസ്ഥാനപ്പെടുത്തി പല ടോൾ വരും. ഉണ്ടാക്കാൻ പോകുന്ന കോടികൾ എത്രയായിരിക്കും? അപ്പോൾ നമ്മൾ എന്തിനൊക്കെ പണം കൊടുക്കണം? ഇനി വണ്ടി വാങ്ങിക്കുമ്പോൾ കൊടുക്കണം, പെട്രോളിന് പണം കൊടുക്കണം, റോഡ് ടാക്സ് കൊടുക്കണം, പോരാത്തതിന് ഇനിയിപ്പോൾ ടോളും കൊടുക്കേണ്ടി വരികയാണ്. അപ്പോൾ ഇനി ഒന്നും സൗജന്യമല്ല, പുതിയ കാലത്തൊന്നും സൗജന്യമല്ല. നരേന്ദ്രമോദി സർക്കാരിൻ്റെയും BJP സർക്കാരിൻ്റെയും ഈ അനാവശ്യമായ സബ്സിഡികൾ, ഇളവുകൾക്കെല്ലാം അവരെതിരാണ്. അത് ശരിയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാം, അപ്പോൾ ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ ഒരു ഇളവും കൊടുക്കാൻ പാടില്ല, എല്ലാം ജനങ്ങളുടെ കയ്യിൽ നിന്ന് പരമാവധി പിരിച്ചെടുക്കണമെന്നാണ്. നികുതി കൊടുക്കുന്ന മനുഷ്യർക്ക് തിരിച്ചെന്നാണ് കിട്ടുന്നത്. ക്വാളിറ്റി സർവീസ് കിട്ടുന്നുണ്ടോ? അവനൊരു രാജ്യത്തെ പൗരൻ നിലയ്ക്ക്, നികുതി കൊടുക്കുന്ന പൗരൻ നിലയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇളവുകളും ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ടോ? ഇതൊന്നുമില്ല. പിരിവ് മാത്രമുള്ള ഒരു ഭരണകൂടമായിട്ട് മാറുന്നു. ആനുകൂല്യങ്ങൾ പോട്ടെ, ഇനിയിപ്പോൾ ഈ പറഞ്ഞ ഉള്ള ആളുകൾ, കാറുള്ള മനുഷ്യൻ്റെ നിന്ന് പിരിച്ചെടുക്കുന്ന പൈസ കാറില്ലാത്ത പാവങ്ങളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി, അവരുടെ വികാസത്തിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ടോ ചോദിച്ചാൽ എവിടെ ചിലവഴിക്കുന്നുണ്ടോ? തൊഴിലുണ്ടാക്കാൻ ചിലവഴിക്കുന്നുണ്ടോ? നമ്മളെപ്പോഴും പറയില്ല എത്ര, അതായത് തൊഴിൽ ഉണ്ടാക്കാൻ ചിലവഴിക്കുന്നു വെച്ചാൽ എല്ലാ തൊഴിൽ മേഖലകളും വലിയ തോതിലുള്ള അസ്ഥിരാവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, വലിയ തൊഴിൽ നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എവിടെയാണ് ഈ പൈസ എല്ലാം കൊണ്ട് ചിലവാക്കുന്നത് എന്നാരും ആലോചിക്കണം. റെയിൽവേയിൽ എത്ര 3 ലക്ഷത്തോളം ഒഴിവാണ് കിടക്കുന്നത്, ആർക്കാണ് കൊടുക്കുന്നത് എന്നാരും ആലോചിക്കണം. അടിസ്ഥാന വർഗ്ഗക്കാരൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി എന്താണ് പദ്ധതികൾ കൊണ്ടുവരുന്നത്? അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഒരർത്ഥത്തിലും പുതിയ കാലത്ത് സബ്സിഡികൾ ഒഴിവാക്കിയ, സൗജന്യങ്ങൾ അവസാനിപ്പിക്കുന്ന, എല്ലാത്തിനും പേ ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാനെന്നുള്ള സാധാരണ യുക്തിയിലും നിഷ്കളങ്കതയിലും അല്ല കണ്ടത്. സർക്കാർ കൂടുതൽ ആവേശത്തോടെ നമ്മളെ കൊള്ളയടിക്കാൻ പോകുന്നതാണ് സാമാന്യർക്ക് മനസ്സിലാക്കേണ്ടത്. വീണ്, ഈ കേരളം വലിയ രീതിയിലുള്ള ടോൾ വിരുദ്ധ സമരങ്ങൾ കണ്ടിട്ടുള്ളതാണ്. നമുക്കൊക്കെ അങ്ങനെ ഒരു ബോധം ഉണ്ടായിരുന്നു, ടോൾ അങ്ങനെ കൊടുക്കേണ്ടതല്ല, ടോളിനെതിരെ സമരം ചെയ്യുന്നവരോട് ഐക്യപ്പെട്ടിരുന്ന ധാരാളം പേര് ഉണ്ടായിരുന്നായിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണെങ്കിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന G. സുധാകരൻ പോലും പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള പാലങ്ങളല്ലേ ബാക്കിയുള്ള ടോളുകൾ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു കുറച്ചെങ്കിലും. അപ്പോൾ ഈ ഒരു മാറിയൊരു സാഹചര്യം ഉണ്ടല്ലോ, ടോൾ അത് യൂസർ ഫീ ആണ്, കൊടുക്കാം, നിങ്ങളത് കൊടുത്തേക്കൂ, ഇങ്ങനൊരു സാഹചര്യം കൂടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടു വരികയല്ലേ? ഇപ്പോൾ കേരളത്തിൻ്റെ സവിശേഷത ഇവിടെ പറയുകയുണ്ടായല്ലോ, അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇതിപ്പോൾ ആദ്യം കേന്ദ്രം ആണല്ലോ ഇത്തരമൊരു നീക്കം നടത്തുന്നത്. അതെന്തുകൊണ്ട് എന്നതിൻ്റെ ഒരു സാഹചര്യം നിഷാദ് പറയുകയും ചെയ്തു. ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പോൾ നിഷാദ് പറഞ്ഞല്ലോ ഈ ഇന്ധനവില വർധനയുടെ കാര്യം. ഇപ്പോൾ 2022 ഇന്ധനവില വളരെ ഉയർന്നു നിൽക്കുന്ന ഘട്ടമായിരുന്നു, ക്രൂഡ് വില. ആ ഘട്ടത്തിൽ നമ്മൾ അതുപോലെ തന്നെ ഉയർന്ന ഇന്ധനവില തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ വല്ലാതെ കുറഞ്ഞിരിക്കുകയാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് വില. ഏതാണ്ട് 75 രൂപയ്ക്ക് താഴെയാണ് അല്ലേ, അങ്ങനെയാണ് ക്രൂഡ് ഓയിലിൻ്റെ വില നിൽക്കുന്നത്. പക്ഷേ നമ്മൾ ആ 2022 അതേ വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ കേന്ദ്രത്തിന് നമ്മൾ കൊടുക്കുന്നത് 20 രൂപയാണ്. ഡീസലിന് കേന്ദ്രം പിടിച്ചു വാങ്ങുന്നത് 15 രൂപയാണ്. 23-24 ഒരു കണക്ക് വരുന്നത് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത് പൊതുമേഖലാ എണ്ണ കമ്പനികൾ അടക്കമുള്ളവയ്ക്കാണ് കിട്ടുന്നത് 81,000 കോടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഡിവിഡൻ്റായിട്ട് കേന്ദ്ര സർക്കാരിന് പോവുകയാണ്. അത്രയും നല്ലത് കേന്ദ്ര സർക്കാരിലേക്കാണല്ലോ പോകുന്നത്. നിഷാദ് പറഞ്ഞ ചോദ്യങ്ങളൊക്കെ അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോഴും കേന്ദ്ര സർക്കാരിലേക്കാണിത് പോകുന്നത്. അത് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് വിവിധ രൂപങ്ങളിൽ അതിൻ്റെ ഗുണം കിട്ടാനിടയുണ്ട്. അതിൻ്റെ കസ്റ്റോഡിയൻ കേന്ദ്രമാണല്ലോ. പക്ഷേ ഇതേ ഘട്ടത്തിൽ ഈ 81,000 കോടി കിട്ടുന്നു നമ്മുടെ കേന്ദ്ര പൊതുമേഖല എണ്ണ സ്ഥാപനങ്ങൾക്ക്, അതിൻ്റെ ഡിവിഡൻഡ് കേന്ദ്രത്തിന് കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ ലാഭം കൊയ്യുകയാണ് ഈ പറയുന്ന റിലയൻസും നയാരയും അല്ലേ. അപ്പോൾ അവർക്കും ഇതിനകത്ത് ഒരു തരത്തിലുള്ള പണവും കുറച്ച് കൊടുക്കേണ്ടി വരുന്നില്ല, അത് മുഴുവൻ അവർ അപഹരിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഈ പറയുന്ന മാർക്കറ്റിൽ ഇത് കുറയുമ്പോൾ ഇതിൻ്റെ വിലയും കുറയണം എന്നാണല്ലോ പറയുന്നത്. ഏറ്റവും ഒടുവിൽ 2 രൂപ വെച്ച് കുറച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ്. അപ്പോൾ
ഈ പറയുന്ന റിലയൻസിന്, നയാരയ്ക്ക് ഒക്കെ നമ്മുടെ BPCL, HPCL ഒക്കെ പോലെ തന്നെ അതേ തുക സമാഹരിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നു. സർക്കാർ ചുമ്മാ അങ്ങ് അനുവദിക്കുന്നതല്ല അത്. സർക്കാർ എന്ന് പറയുന്നത് പുതിയ സാഹചര്യത്തിൽ ഈ സ്വകാര്യ മേഖലയും കൂടെ ചേർന്ന ഒന്നാകുന്നു. അതാണല്ലോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു വേർതിരിവ് വരുന്നേയില്ല. ഇപ്പോൾ ട്രംപ് എന്താ ചെയ്തത്? ഇലോൺ മസ്കിനെ കൊണ്ട് ഡോജ് എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കുകയാണ്. ഭരണകാര്യക്ഷമതാ വകുപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തലവനാക്കി നിർത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ചെയ്യുന്നത്? ഈ എലോൺ മസ്ക് ഇത്രയും ശക്തനാകുമ്പോൾ അയാളുടെ ടെസ്റ്റിലേക്ക് ഇവിടേക്ക് ഈ ഇറക്കുമതി ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഉള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്തു കൊടുക്കാൻ പോവുകയാണ്. ബോംബെയിൽ അവർ അതിൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ നടപടികൾ തുടങ്ങുകയാണ്. അപ്പോൾ എങ്ങനെയാണോ ഇലോൺ മസ്കിന് ഇതുവരെ കാര്യങ്ങൾ ഇവിടെ തടസ്സമായിരുന്നത്, അത് മാറുന്നത് അവിടുത്തെ കാര്യക്ഷമതാ വകുപ്പ് എന്ന് പറഞ്ഞൊരു പുതിയ വകുപ്പ് വന്ന് അതിൻ്റെ തലവനാകുമ്പോഴാണ്. അപ്പോൾ അവിടെ എന്താ, വൈറ്റ് ഹൗസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പറയുന്ന എലോൺ മസ്കിനും കൂടെ പ്രവേശനം കിട്ടുകയാണ്. ഞാൻ പറയുന്നത് സർക്കാരും വൻകിട മുതലാളിത്തവും ഒരേ സംവിധാനം തന്നെയായി മാറുന്നു. അതിൻ്റെ ആ വേർതിരിവ് ഇല്ലാതെ ആവുകയാണ്. അതാണ് നമ്മൾ ഈ പറയുന്ന ഇന്ധനത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ കാണുന്നത്. ഇതിൽ നിന്ന് വലിയ രൂപത്തിലാണ് സെസ് പിരിച്ചുകൊണ്ട് പോകുന്നത് കേന്ദ്രം ഈ നികുതിയാണ് എടുത്തുകൊണ്ട് പോകുന്നത് എങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നം, ഈ ധനകാര്യ കമ്മീഷനൊക്കെ കൃത്യമായി നികുതി വിഹിതം എങ്ങനെ ചെലവഴിക്കണം എന്നതിൻ്റെ അനുവാദമൊക്കെ കൂടിയാലോചനകളിലൂടെ നിശ്ചയിക്കാറുണ്ടല്ലോ. അങ്ങനെയും അതിൻ്റെ സ്വാഭാവിക അർഹരായിരിക്കുന്ന ഒരു കൂട്ടർ ആരാണ്? സംസ്ഥാനങ്ങളാണ്. അതിന് നൽകേണ്ടതുണ്ട്. ഈ പറയുന്ന സെസ് ആയാൽ അങ്ങനെ വേണ്ട. സെസ് ആയാൽ കേന്ദ്രത്തിന് അത് ഏകപക്ഷീയമായി സമാഹരിക്കാൻ കഴിയും. സർക്കാരുകൾ സംസ്ഥാനങ്ങളുമായി അത് നിർബന്ധപൂർവ്വം അതിൻ്റെ വിഹിതം കൊടുക്കുക എന്ന് പറയുന്ന സാഹചര്യമില്ല. അപ്പോൾ ഇങ്ങനെ അങ്ങേയറ്റം സംസ്ഥാനങ്ങളെ പുറന്തള്ളുന്നു, സ്വകാര്യ സംവിധാനങ്ങളെ ആനയിച്ചു നിർത്തുകയും ചെയ്യുന്നു. ഇതൊരു പുതിയ രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥ കൂടെയാണ്, ഒരു ഭരണ സമ്പദ് വ്യവസ്ഥ കൂടെയാണ്. അതിൽ കേന്ദ്രത്തിൻ്റെ കക്ഷികളാകുന്നത് സ്വകാര്യ മേഖലയിലെ വൻകിട മുതലാളിമാരാണ്, അല്ലാതെ ഫെഡറൽ സംവിധാനത്തിലെ സ്റ്റേറ്റുകളല്ല. ഇത് തന്നെയാണ് ഈ ടോൾ പിരിവിൻ്റെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ പറയുന്ന വൻകിട ടോൾ പിരിവ് ഏജൻസികൾ, ആ ഏജൻസികൾ ഇപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നിഷാദ് പറയുകയുണ്ടല്ലേ, എത്ര പിരിച്ചു, എത്ര കാലമാണ് അതിൻ്റേത്, എപ്പോൾ അവർ നിർത്തും, ഈ കാര്യങ്ങളിൽ ഒന്നും നമുക്ക് വ്യക്തതയില്ല. ഇനിയിപ്പോൾ അതിനകത്തൊരു വ്യക്തതയും വേണ്ടതില്ല, അതിനകത്തൊരു ഓഡിറ്റും നടക്കില്ല എന്നും കൂടി കേന്ദ്ര ഗവൺമെൻറ് പറയുകയാണ്. ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും വികസനം വരുന്നൊരു മേഖലയാണത്. ആ മേഖലയിലേക്ക് സ്വകാര്യ വൻകിടകൾക്ക് വന്നിരിക്കാനും അതിനകത്തൊരു കണക്കും ബോധിപ്പിക്കേണ്ട എന്നും പറയുന്ന സാഹചര്യം വരുമ്പോൾ ഇപ്പോഴത്തെ ഈ ടോൾ പ്ലാസകളെ മാത്രമായിട്ട് ചുരുക്കി കാണേണ്ട രണ്ട് കാര്യങ്ങളാണ്. വരാൻ പോകുന്ന വലിയ പദ്ധതികൾക്ക് ഇനി പുതിയ കളിക്കാർ കൂടെ പ്രവേശിക്കും എന്നതുറപ്പ്. രണ്ട്, ഇപ്പോൾ ഈ പറയുന്ന ടോൾ പിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഇപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയിരിക്കുന്ന വിഭാഗങ്ങളുണ്ട്, അവരെ ഇവർക്ക് വിഴുങ്ങുകയും ചെയ്യാം. ഈ പുതിയ വരുന്ന ആളുകൾക്ക് വിഴുങ്ങുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ വിമാനത്താവളങ്ങളൊക്കെ അദാനി വിഴുങ്ങുന്നത് പോലെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, തുറമുഖങ്ങൾ വിഴുങ്ങുന്നു, വിമാനത്താവളങ്ങൾ വിഴുങ്ങുന്നുവെങ്കിൽ ഈ അദാനിയെ പോലെയുള്ള പ്രഭൃതികൾ ഇനി അടുത്തത് കണ്ണുവയ്ക്കുന്നത് ഈ പറയുന്ന സാഗർമാല പദ്ധതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വൻകിട പ്രോജക്റ്റുകളിലേക്കാണ്, ഈ പറയുന്ന റോഡ് വികസനത്തിലേക്കാണ്. ഒരർത്ഥത്തിൽ അതിനോട് സമാന്തരമായി സംഭവിക്കാൻ പോകുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് ബൂമും കൂടെയാണ്. അപ്പോൾ അതെല്ലാം കൂടെ ചേർന്നാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ആ രൂപത്തിലാണ് കാണേണ്ടത്. പിന്നെ കേരളത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടൊരു കാര്യം, കേരളം ഒരു നിർബന്ധിത സാഹചര്യത്തിലാണ് ഈ ഒരു നിലപാടിലെത്തുന്നത്. 2024, ഒരു വർഷം മുൻപ് പോലും കേരളത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു ചിന്തയില്ല. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ CPMൻ്റെ പ്രകടന പത്രികയിൽ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ദേശീയപാത, ഇപ്പോൾ സംസ്ഥാനം നിർവഹിക്കേണ്ടി വരുന്ന പാതാ വികസനമുണ്ടല്ലോ, അത് പൊതുമേഖലയിലെ തന്നെ സംവിധാനങ്ങളെ കൊണ്ട് നാം ചെയ്യിക്കുമെന്നാണ് പറയുന്നത്. കൂടാതെ പിന്നീട് അവർ പറഞ്ഞൊരു കാര്യം, CPM പറഞ്ഞത്, ഈ ദേശീയപാതയിലെ ഈ വികസനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പണം സ്വകാര്യ ഏജൻസികളെ, ടോൾ ഏജൻസികളെ കൊണ്ട് ഇങ്ങനെ അനിയന്ത്രിതമായി പിരിക്കുന്നതിനെ എതിർക്കും, ഇല്ലാതെയാക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ പ്രകടന പത്രിക തയ്യാറാക്കുന്ന ഇടതുപക്ഷത്തിന് CPMന് ഒരിക്കലും നമ്മളെ നിർബന്ധിച്ചൊരു ടോൾ പിരിവിന് വിധേയമാക്കണമെന്ന് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ വലിയ സാമ്പത്തിക ഞെരുക്കമാണ്, നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ആ ഘട്ടത്തിലാണ് കേരളം അത്തരം ഒരു നിലപാടെടുക്കാൻ നിർബന്ധിതമാകുന്നത്. അത് പോകുന്നത് കിഫ്ബിയിലേക്കാണ് എന്നതിനകത്തും നിസ്തർക്കമാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടും രണ്ടായി തന്നെയാണ് കാണേണ്ടത്. എന്തായാലും രാജ്യത്ത് ദേശീയപാതയിൽ ഏകദേശം 1063 ടോൾ പ്ലാസകളാണുള്ളത്. ഏതെങ്കിലുമൊക്കെ കാലത്ത് ടോൾ കൊടുക്കാതെ പോകാമെന്നൊക്കെയായിരുന്നു നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇനി അതല്ല ഉണ്ടാകുന്നത്, കൂടുതൽ പൈസ കൊടുത്ത് തന്നെ പോകേണ്ടി വരുന്നൊരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക.